ഏസിക്ക് കൃഷിഭേദം. ഇന്നത്തെ മറ്റൊരു വ്യത്യസ്തമായ പുതുമയാർന്ന സ്വാതേത എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മോട് കൂടെയുള്ളത് ക്ലാസിക് അവന്യൂ ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ഷെഫ് തുളസീധരാണ്. വെൽക്കം ടു ദ ഷോ സർ. ഹലോ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഇന്ന് എന്താണ് ഷെഫ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഇന്നൊരു പ്രത്യേക ഒരു സ്റ്റഫ് ചെയ്ത ഒരു വെണ്ടയ്ക്ക എടുത്ത് അതിന് കീറിയ ശേഷം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് സ്റ്റഫ് ചെയ്ത് ബ്രെഡ് ക്രംസ് കോട്ടിങ് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യും. അത് പുതിയ രീതിയിലാണ് ചെയ്തത്. എന്താണ് ഡിഷിന്റെ പേര്? സ്റ്റഫ് ബിണ്ടി. ഇത് നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഇതെടുക്കുമ്പോഴേ ഇപ്പം ഏത് വെയിറ്റും എടുക്കുമ്പോഴും നമ്മൾ ആദ്യമേ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളത്തിൽ കഴുകണം. കാരണം പെസ്റ്റിസൈഡ് ഉണ്ടാകുന്ന എല്ലാ വെയിറ്റും കഴുകി എടുത്തതാണിത്. ഇനി നമുക്ക് ഇതിന് ഇൻഗ്രീഡിയൻസ് ആണ്. ഓയിലുണ്ട്, ഗ്രീൻ ചില്ലി, ചോപ്ഡ് ഓണിയൻ, സോൾട്ട്, മൈദ, ചോപ്ഡ് ഗാർലിക്, ജിഞ്ചർ, ചില്ലി പൗഡർ, വെണ്ടയ്ക്ക, സ്ട്രോ പൊട്ടറ്റോ, ബ്രെഡ് ക്രംസ്, ചീസ്, ലെമൺ വെഡ്ജസ്, ക്രഷ് പെപ്പർ ആൻഡ് ചോപ്ഡ് കൊറിയൻഡർ ലീവ്സ്. ഇത്രയും കൂടെയാണ് ഇതിനകത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്ത് സാറിന് നമ്മൾ ഒരു പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് മരിനേഷൻ ചെയ്യും അല്ലേ, വെളിയിൽ. പക്ഷെ ഇതിന് വെളിയിൽ മരിനേഷൻ ചെയ്യുന്നില്ല, ഇതിന്റെ മരിനേഷൻ അകത്ത് കൊടുക്കുകയാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് സ്റ്റഫ് ചെയ്തതിനു ശേഷം പിന്നെ വെളിയിൽ മരിനേഷൻ ഇല്ല. അതിനുവേണ്ടി കുറച്ച് ചോപ്ഡ് ചില്ലി, ഓണിയൻ, ലിറ്റിൽ സോൾട്ട്, ജിഞ്ചർ, ചില്ലി പൗഡർ, ഇതാണ് മെയിൻ ചീസ്. ഇതാണ് ഗ്രേറ്റഡ് ചീസ് ആണ് മേജർ ഇൻഗ്രീഡിയൻസ്. ചോപ്ഡ് കൊറിയാൻഡർ ലീവ്സ്. കുറച്ച് ലെമൺ ജ്യൂസ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യും. സ്റ്റഫ്ഡ് ബിന്ദിയുടെ സ്റ്റഫ് ചെയ്യാനുള്ള മിക്സ്ചർ, അതായത് നമ്മൾ സാധാരണ പുറത്ത് മാരിനേറ്റ് ചെയ്യും. ലൈക്ക് മാരിനേഷൻ മിക്സറിൽ ബിന്ദി വെച്ചിട്ട് മാരിനേറ്റ് ചെയ്യും. ഇതിൽ ഷെഫ് പറഞ്ഞു വെച്ചാൽ നമുക്കൊരു ലെറ്റ്സ് ഗോ ഫോർ എ ചേഞ്ച്. ബിന്ദിയുടെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ ബിന്ദി മാരിനേറ്റ് ചെയ്യാനുള്ള മിക്സറാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചീസ്, പെപ്പർ പൗഡർ, സവാള കൊത്തി അരിഞ്ഞത്, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, പച്ചമുളക്, നാരങ്ങ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇത്. മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ബിണ്ടി എടുത്തിട്ട് വെണ്ടയ്ക്ക എടുത്തിട്ട് ഓപ്പൺ ചെയ്യണം. നടുക്കുന്ന സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വേറെ രണ്ട് അഡ്വാൻറ്റേജ്. ഒന്ന് നമുക്ക് നോക്കാം, അതിനകത്ത് പുഴു പോലെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് ഇതിനകത്ത് സ്റ്റഫ് ചെയ്യണം. ഇതേപോലെ സ്റ്റഫ് ചെയ്യണം എല്ലാം. നോക്കുമ്പോൾ അതിനകത്ത് പുഴു വല്ലതും ഉണ്ടോ നോക്കണം. സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കിതിന് ക്രംസ് കോട്ടിങ് കൊടുക്കണം. ബ്രെഡ് ക്രംസ് കോട്ടിങ് കൊടുക്കണം. കോട്ടിങ് കൊടുക്കുമ്പോൾ അത് ക്രംസ് പിടിക്കാനായിട്ട് നമ്മൾ മൈദ കൊണ്ടൊരു ബാറ്റർ ഉണ്ടാക്കണം. കുറച്ച് വെള്ളവും മൈദയും മുട്ട ചേർക്കാം. ഇത് ചേർന്നാണ് മുട്ട ചേർക്കുന്നില്ല, അല്ലാതെ ഒരു ബാറ്റർ ഉണ്ടാക്കാം.
ലംസ് ഒന്നും ഇല്ലാണ്ട് അല്ലേ? ലംസ് വരാൻ പാടില്ല. എന്നിട്ട് ബിണ്ടി എല്ലാം അതിനകത്ത് വരയണം. ഓരോന്ന് നല്ലോണം ഡിപ്പ് ചെയ്യുക. ക്രംസ് പിടിച്ചില്ലെങ്കിൽ ചീസ് ഫ്രൈ ആകുമ്പോൾ എന്താ ചെയ്യുക? മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇനി ക്രംസ് എടുക്കുക. എന്നിട്ട് ക്രംസ് കവർ ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പോ ഇതിലിപ്പോ ബിണ്ടി യൂസ് ചെയ്തു ചീസ് സ്റ്റഫിങ് കൊടുക്കാനായിട്ട്. ബിണ്ടി അല്ലാണ്ട് നമുക്ക് ഒരു ബെങ്കൻ സ്റ്റഫിങ് കൊടുക്കാം. ബട്ട് ക്രംസ് ഫ്രൈ ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് ബേഗൻ സ്റ്റഫ് ചെയ്ത് ബേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേഗൻ സ്റ്റഫിങ് ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ ക്രംസ് ഫ്രൈ ചെയ്യില്ല. അതിനകത്ത് കാരണം എന്ന് പറഞ്ഞാൽ അത് ബേഗൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ മോയ്സ്ചർ ആയിട്ടുള്ള വെയിറ്റ് ഉള്ളത്. ക്രംസ് അടിക്കുമ്പോഴത്തേക്ക് ക്രംസ് ഓടിയായി. ഇതിന്റെ ഔട്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയാണ്. അപ്പം ഇതിനിപ്പോ ബിണ്ടി അല്ലാണ്ട് വേറെ ഏതാ വെജിറ്റബിൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ബിണ്ടി അല്ലാതെ വേറെ ചെയ്തിട്ടില്ല. ബിണ്ടി മതി അല്ലേ? ബിണ്ടി മതി. വേഗം ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ക്രം ഫ്രൈ അല്ല. ജസ്റ്റ് സ്റ്റഫിങ് കൊടുത്തിട്ടല്ലേ? നല്ലോണം ഇങ്ങനെ കട്ടിയായിട്ട് കണ്ടോ? ക്രംസ് നല്ലോണം പിടിക്കണം. ഓക്കെ. ചൂടായി നോക്കണം ആദ്യം. ക്വിക്ക് ഫ്രൈ കുറച്ചും ചൂട്. ഇതിന് ചീസിന് വേറെ എന്തെങ്കിലും സ്റ്റഫ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് ടേസ്റ്റ് ചെയ്യണം. കുറച്ച് മെൽറ്റ് ആവും. ആ മസാല എല്ലാം കൂടെ ചേർന്ന് പിടിച്ച് നമ്മൾ ഔട്ടർ ഈ മസാല ചെയ്തില്ല. അതൊക്കെ മാത്രമേ ഉള്ളൂ. ഇത് കഴിച്ചു നോക്കുമ്പോൾ അറിയാം. നല്ല ടേസ്റ്റാണ്. ആക്ച്വലി ഇത് കോണ്ടിനെന്റൽ മെത്തേഡാണ്. അതിനകത്ത് നമ്മുടെ കേരള സ്പൈസസ് ചേർക്കുന്നേ ഉള്ളൂ.